വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അമലോത്ഭവ തിരുനാൾ ദിനമായ ഇന്ന് നമുക്ക് മാതാവിന്റെ സ്തോത്രഗീതത്തിൽ നിന്ന് ചില ധ്യാനങ്ങൾ സ്വന്തമാക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ പ്രധാന വിഷയം ദൈവത്തിന്റെ വിപ്ലവാത്മകമായ ഇടപെടലുകളാണ്. ദൈവം മനുഷ്യ ചരിത്രത്തിൽ വിപ്ലവകരമായ ഇടപെടലുകൾ നടത്തുന്ന വിധം മറിയം വർണ്ണിക്കുന്നു. മാഗ്നിഫിക്കാത്ത് എന്ന വാക്കിനർത്ഥം തന്നെ മഹത്വപ്പെടുത്തുക എന്നാണ്. മറിയം തന്റെ രക്ഷകനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ഗീതം ആലപിച്ചുകൊണ്ട്. ഇസ്രായേലിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ദൈവം എങ്ങനെ നിറവേറ്റുന്നു എന്നും മറിയം അനുസ്മരിക്കുന്നു. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നടത്തിയ ഇടപെടലിനെ ഇസ്രായേലിന്റെ ചരിത്രത്തിലുള്ള പൊതുവായ ഇടപെടലിന്റെ ഭാഗമായി കാണുകയും ചെയ്യുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയാകുക എന്ന അപമാനകരവും ശിക്ഷാർഹവുമായ അവസ്ഥയിൽ കയ്പും നിരാശയും നിറഞ്ഞവളാകാതെ തനിക്ക് സംഭവിച്ചതിനെ ഇസ്രായേലിന്റെ പൊതുചരിത്രത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയായി കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് മറിയം. സ്വന്തം ജീവിതത്തിലെ ക്ലേശകാലങ്ങളെയും ദൈവ പദ്ധതിയുടെ ഭാഗമായി കണ്ട് ആനന്ദിക്കാനും ദൈവത്തെ സ്തുതിക്കാനും വലിയ എളിമ ആവശ്യമാണ്. ആ എളിമ മറിയത്തിനുണ്ട്. നമുക്ക് ഈ വിഷയം ഗാഢമായി ധ്യാനിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ ജീവചരിത്രം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുന്നത് എങ്ങനെയെന്ന് ധ്യാനിക്കാം. മാതാവിന്റെ വ്യക്തിപരമായ ജീവചരിത്രം ദൈവത്തിന്റെ രക്ഷാകര ചരിത്രമായി മാറിയത് മാതാവ് ദൈവത്തോട് പൂർണ്ണമായി സഹകരിച്ചതുകൊണ്ടാണ്. കാരുണ്യപൂർവ്വം മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തോട് വിനയപൂർവ്വം സഹകരിക്കുന്ന മനുഷ്യർ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യ ചരിത്രം ദൈവത്തിന്റെ രക്ഷാകര ചരിത്രമാകുന്നത്. ദൈവകരുണയും മനുഷ്യന്റെ വിനയാന്വിതമായ സഹകരണവും പൂർണ്ണമായി യോജിക്കുന്ന അദ്ഭുത ജീവിതമാണ് മാതാവിന്റെ ജീവിതം. ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ എളിമയും സമ്പൂർണമായി സംയോജിച്ച് ഫലമണിയുന്ന അതിമനോഹര ചരിത്രമാണ് മാതാവിന്റെ ജീവചരിത്രം. തനിക്ക് ഒന്നും ചെയ്യാനില്ല എന്നും ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്നും അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ എളിമ. എളിമയുള്ളവരിൽ ദൈവത്തിന്റെ പ്രവർത്തനം എളുപ്പമാകുന്നു, സുഗമമാകുന്നു. അഹങ്കാരം ദൈവത്തിന്റെ പ്രവർത്തനത്തെ തടയുന്നു. എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തോട് എളിമയോടെ സഹകരിക്കുമ്പോൾ ഞാനല്ല, എന്നിലൂടെ ദൈവമാണ് സകലതും പ്രവർത്തിക്കുന്നത് എന്ന അനുഭവമുണ്ടാകും. ഞാനല്ല, എന്നിലൂടെ എല്ലാം ചെയ്യുന്നത് ദൈവമാണ് എന്ന എളിയ മനോഭാവമുള്ളവർക്ക് അപമാന ഭീതിയോ അഭിമാന ചിന്തയോ ഇല്ല. യഥാർത്ഥ എളിമയിൽ എനിക്ക് അപമാനം എന്നുമില്ല, എനിക്ക് അഭിമാനം എന്നുമില്ല. കൃതജ്ഞത നിറഞ്ഞ ഹൃദയം മാത്രം അവശേഷിക്കുന്നു. എന്നിൽ ദൈവം ചെയ്യുന്നവ ഞാൻ കാണുന്നു, ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, അത്രമാത്രം. ഇതാണ് സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മറിയം നമുക്ക് നൽകുന്ന ധ്യാനം. കാരുണ്യവാനായ കർത്താവെ, യഥാർത്ഥമായ എളിമ എനിക്ക് തരയണമേ. എളിമയോടെ അങ്ങേ പ്രവർത്തനങ്ങളെ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കാനും എൻ്റെ ജീവചരിത്രം അങ്ങേ രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാക്കാനും എന്നെ സഹായിക്കണമേ.